ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നലെ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് അവിടെ എൻ്റെ ഡ്രസ്സുകൾ ഉണക്കാട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ കുറേ കുരങ്ങുകളുണ്ട്, കുരങ്ങുകളും പട്ടികളും ഉണ്ട്. അവരെന്തായിരുന്നു എൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യം കഴിയുമ്പോൾ അതുങ്ങൾ കൊണ്ടുവന്ന് തരും. ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ മാർക്കറ്റിൽ പോവാണ്. നമുക്ക് പോയി ഡ്രസ്സ് എടുത്ത് വെച്ച് വരാം അല്ലേ? എന്തായാലും പോയി നോക്കിട്ട് വരാം. പിന്നെ മറ്റേ വേറൊരു ടെക്നിക്ക് കൂടി ഉണ്ട്. മറ്റേ നമ്മളിങ്ങനെ പണ്ട് നമ്മളൊരു കഥ പഠിച്ചിട്ടില്ല, ഇങ്ങനെ കുരങ്ങനെ തൊപ്പി എടുത്തിട്ട് പോകുമ്പോൾ കുരങ്ങനെ തൊപ്പി എറിഞ്ഞു കൊടുക്കുമ്പോൾ ബാക്കിയുള്ള തൊപ്പിയിൽ ഇട്ട് വരുന്ന പോലെ ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്ന് നമുക്ക് നേരിട്ട് എറിഞ്ഞു കൊടുക്കാം. നല്ല കാര്യമാണ്. ഇപ്പൊ കിട്ടും. അപ്പോൾ പോവല്ലേ? അമ്പട കള്ളക്കൊരുങ്ങ, നീയല്ലേ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് പോയത്? മര്യാദയ്ക്ക് തിരിച്ചെന്നോ? ഇത് നോക്ക്, എല്ലാവരും ഉണ്ട്. മര്യാദയ്ക്ക് ഡ്രസ്സ് ഇതാണ് ഇവിടുത്തെ കുപ്വാര ബസ് സ്റ്റാൻഡ് കേട്ടോ. അതേ നോക്കി, നല്ല അടിപൊളി. നമ്മുടെ ലോക്കൽ ബസ്സും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി, കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് ചിത്രപ്പണികളൊക്കെ ചെയ്ത ബസ്സുകളും ഉണ്ട്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ പണ്ട് 1917 ഉണ്ടായിരുന്ന ടൈപ്പ് ബസ്സുകളാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അങ്ങനത്തെ ബസ്സുകളൊക്കെ. നമ്മുടെ വണ്ടികൾ എങ്ങനെയാ? ഇപ്പം നമ്മുടെ വണ്ടിയെല്ലാം മാറി, മോഡേൺ ആയി. പക്ഷെ ഇവിടുത്തെ വണ്ടികളൊന്നും മാറിയിട്ടില്ല. ഓ, അപ്പോ അല്ല, സുധി പറഞ്ഞ പോലെ ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ബസ്സൊന്നും ഇവിടെ. ഈ വൈറ്റ് ബസ്സൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള പോലെ തന്നെ. പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ, നോക്കിയാൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് വെറൈറ്റി ആയിട്ടുണ്ട്. ഞാൻ ഈ ടൈപ്പ് ബസ്സൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. കൊള്ളാം, അടിപൊളിയാ. ഇതിൽ യാത്ര ചെയ്തിട്ടില്ല, എനിക്കൊന്ന് യാത്ര ചെയ്യണമെന്നുണ്ട്. ഫ്രണ്ട്സ്, ടൗണ് അത്യാവശ്യം നല്ല വലിയ ടൗണാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഇവിടുത്തെ റേറ്റ് ആണ് ഇനി പ്രശ്നം. ഞാൻ അറിയില്ല. നമുക്ക് റൈറ്റും കൂടെ പോയി ഒന്ന് നോക്കിയത്. ഈ ആ സൈഡിൽ ആ ലോക്കൽ അവിടെ നിർത്തിയത്, നമുക്ക് അവിടെ പോയി നോക്കാം. നമുക്ക് ഡ്രസ്സ് വാങ്ങലൊന്നും നടക്കില്ല, കത്തി വിലയാണ്. ഒരു ബനിയനൊക്കെ എത്രയെന്നറിയോ? 450-550. അതിൻ്റെ താഴെ നോക്കുക വേണ്ട നിങ്ങൾ. സോ അത്രയ്ക്ക് കത്തി വിലയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മേടിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് കയറി നോക്കാം. ഫ്രണ്ട്സ്, ആക്ച്വലി ഇത് കണ്ടില്ലേ, കാശ്മീർ ഡ്രസ്സുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഷോപ്പുകളുണ്ട്. അത് ആക്ച്വലി റേറ്റ് അവർ പറയുന്നില്ല, നമ്മൾ മേടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു. പക്ഷെ ആണല്ലേ? ഓരോ ഇതും സീസൺ അനുസരിച്ച്. ഇവിടെ മഞ്ഞുകാലത്തിന് മഞ്ഞിൻ്റെതായതുണ്ട്, പിന്നെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ആ ടൈപ്പ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് 2 സീസണിലായിട്ടുള്ള ഡ്രസ്സുകളാണ് കടയിലുള്ളത്. ആണല്ലേ? അപ്പം ഞാൻ ചോദിച്ചിട്ട് പറയാഞ്ഞിട്ടായിരിക്കും. ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ എന്താ പറയുക, ആട്ടി വിട്ടു. എന്നെ കണ്ടപ്പോൾ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ തോന്നി കാണും. നമ്മൾ ഇതുവരെയായിട്ട് നമുക്ക് ബനിയൻ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. ബിക്കോസ് ബനിയൻ്റെ ഷോപ്പുകളൊന്നും ഇവിടെ കാണാനില്ല. ഡ്രസ്സുകളുടെ ഷോപ്പൊക്കെ ഒരുപാടുണ്ട്. സുധി ഇവിടെ വെള്ളമായിട്ട് നല്ല കമ്പനി, ആള് ഭയങ്കര ഹാപ്പിയാണ്. ये स्टार्ट कर दिया. इधर एक केव है ना, मतलब मैं पता, मैं आपको बता रहा हूँ कि कलर केव है ना. अच्छा, क्लोज भी गए थे. अच्छा, ये बताओ, मुझे कश्मीर कैसा लगा? कश्मीर लोग कैसा लगा? कैसा भाईचारा है यहाँ पे? पूरा भाईचारा जो आपने देखा यहाँ पे, हमें मतलब क्लोज अच्छा है, मतलब उठने बैठने का मतलब क्लोज अच्छा है, मतलब ആക്ച്വലി ഉണ്ടല്ലോ, ഇവിടെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഇവിടെ കാശ്മീർ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാശ്മീർ എങ്ങനെയാണ്, അതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ എല്ലാവരും. ടൂറിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അവർ നമുക്ക് വല്ലാത്തൊരു ബഹുമാനമാണ്. അതിന് യാതൊരു കുറവില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട്. മുട്ട അടിച്ചത് കൊണ്ടാണ് തോന്നുന്നു ഇവിടെ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ലേഡീസൊക്കെ ഫുൾ സെൽഫി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കണ്ടപ്പോൾ ആൾക്കാർ മൊത്തത്തിൽ കൂടി, അടിപൊളിയാണ്. നല്ല ഫേസ് ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ കണ്ടാലറിയാം സുന്ദരിയാണ്. आप किस आवाज में बोल रहे हैं? अपने आप किस भाषा में बोल रहे हैं? हमारी भाषा मलयालम में बोल रही है. वही मलयालम भाषा. എല്ലാവരും ഉണ്ടല്ലോ ഭയങ്കര എന്താ പറയുക, നമ്മളെ എങ്ങനെയുണ്ട് കാശ്മീരിലെ സ്ഥലങ്ങൾ എങ്ങനെയുണ്ട്, ഇവിടുന്ന് നിങ്ങൾക്ക് സന്തോഷമാണോ, അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ പുറത്തുനിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ആളുകൾ വരുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്.
ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനും പറയാനും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല കേട്ടോ. ഭയങ്കര ഡീപ്പാണ്. ഇത്രയും ക്ലോസ് ആയിട്ട് പെരുമാറുന്ന ആളുകൾ നമ്മൾ വളരെ വിരളമായിട്ടുള്ള കാണുന്നത്. സത്യം സത്യം. आपने बुलाया था ना मेरे को? हाँ സെൽഫി. ഇവിടെ ആക്ച്വലി കോഴി ഇങ്ങനെയാണ് ഓൾറെഡി തൊലിയൊക്കെ മുറിച്ച് ഐ മീൻ കൂടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് വേണ്ടതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കും. ഇതാണ് കാശ്മീർ. ആ ഇത് ഇവിടുത്തെ തിരക്ക് പിടിച്ച മാർക്കറ്റാണ്. ഇതേ ഫുള്ള് ഡ്രസ്സ് കാര്യങ്ങൾ ഐ മീൻ എല്ലാം മിക്സ്ഡ് ആണ്. ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, അതേപോലെ ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞ് ഐറ്റംസ്, എല്ലാ ടൈപ്പ് ഡ്രസ്സ്, ചിക്കൻ, ഫിഷ്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ മാസ്ക് ഇല്ല. ആ അതെ, കൊറോണ ഇല്ല, മാസ്ക് ഇല്ല. അപ്പൊ ഞാൻ തന്നെ ഇങ്ങോട്ട് വരുമ്പോ പേടിച്ചു, അമ്മ ഇത്രയും തിരക്കിന്റെ ഇടയിൽ പോണ സമയത്ത് ഇനി വല്ലതും നമുക്ക് സംഭവിക്കുമോ, എന്തായിരിക്കും ഏതായിരിക്കും എന്നൊക്കെ. പക്ഷെ ശരിക്കും ആകെ ഒന്നും പറയാനില്ല, ഒരൊറ്റ ആൾക്ക് മാസ്ക് ഇല്ല ഇവിടെ. നോ കൊറോണ. അരികള് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്ന പോലെയാണ് ഇവിടെ ചായപ്പൊടി വെച്ചിരിക്കുന്നത്. ആ ഒരുപാട് ചായപ്പൊടികളുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ചായപ്പൊടി. वो नमकीन चाय वो सब भी है ना इसमें? हाँ लेमन, ये कौन सा वाला है? वो सब नमकीन चाय ഫുൾ അലഗ് അലഗ് നംകിൻ ചായേ. ഇത് ആ അതൊരു മാതിരി ഡാർക്ക് ഇതല്ലേ, ഒരു ആഷ് കളറിൽ. ആക്ച്വലി ഉണ്ടല്ലോ ഈ നംകിൻ ചായ എക്സാക്ട് എവിടുന്ന വരുന്നേ? ഡാർജിലിംഗ് എങ്ങാണ്ടോ അല്ലേ വരുന്നേ? ഓ ഡാർജിലിംഗ് സേ ആത്താന വോ. ഹാ അതെ അതെ, ഡാർജിലിംഗ് എന്നാണ് ഇത് ആക്ച്വലി വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ടീന്റെ മാത്രം ഷോപ്പാണ്. മാർക്കറ്റ് കുപ്വാര, ഷാബാസ് ജനറൽ സ്റ്റോർ മാർക്കറ്റ്. ചായപ്പൊടിക്ക് വേണ്ടി മാത്രം ഒരു കട. ഇത് ഇത് നമ്മുടെ സാധാരണ റോബസ്റ്റാ. അതെ. താങ്ക് യു भैया जी. ये किधर से आ रहे हैं? वो ये बनाना ये बाहर से आता है? बाहर से? कहाँ से आता है? दिल्ली से. दिल्ली से. ഓ ഹാമ്പേഴ്സ് നമ്മൾ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഹാമ്പേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതേ നോക്കിയേ, മെഹന്തിയുടെ ബുക്ക്, മെഹന്തി അതായത് കോണ്, അങ്ങനെ ഫുൾ അതായത് മറ്റേ നമ്മുടെ ഇത് എന്താ സ്നോ അല്ലേ, സ്നോ സ്നോ മറ്റേ മെഴുകുതിരി, കത്തി എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം സ്വീറ്റ്സിന്റെ സെപ്പറേറ്റ് സെക്ഷൻ, ബൊക്കെ ഉണ്ട്, മൈലാഞ്ചിന്റെ ഉണ്ട്. നമുക്ക് എങ്ങനെ വേണോ ആ ഒരു റേഞ്ചിൽ ഇവിടെ. ഭയ്യ സബ് കിത്തന ഹോത്താ ഹൈ റേറ്റ്? റേറ്റ് 2500 പറയുമ്പോൾ 1500 അല്ലേ? എനിക്കറിയില്ല, 1500 ആണ്. 25 പറഞ്ഞാൽ 1500 അല്ലേ? 25 ഭയ്യ 1500 യാ 2500? 2500. 2500 എന്ന് പറഞ്ഞാൽ 2500 ആണ്. ഇപ്പൊ 2500 റുപ്പീസ് ആണ്. അപ്പോൾ ഓരോന്നിനും അലഗ് അലഗ് ഡിഫറെന്റ് റേറ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ആക്ച്വലി സുലഭമായി കിട്ടുന്ന വേറൊരു സാധനമാണ് കേട്ടോ, മറ്റേ എന്താ വാൾനട്ട്. ഇവിടെ ഭയങ്കര, ബിക്കോസ് എവിടെ നോക്കിയാലും വാൾനട്ടിൻ്റെ മരങ്ങളും, എവിടെ നോക്കിയാലും വാൾനട്ടായിരിക്കും. ഇവിടെ എത്രയായിരിക്കും വാൾനട്ട് റേറ്റ്? നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര റേറ്റാണ്. ഭയ്യ വോ വാൾനട്ട് കിतना है भैया जी? हाँ भैया जी, वालनट कितना है? वालनट कितना है? हाँ 550 1 കിലോ. ആ കേട്ടാ, 550 രൂപയാണ് 1 കിലോ. അതായത് ഫ്രഷ് സാധനം ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റ് 550 രൂപ. ഇവിടെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, പുറത്തുനിന്ന് പറയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ടൂറിസ്റ്റ്. ഫ്രണ്ട്സ് ഇവിടെ ആക്ച്വലി ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ കാണാം, ടൂറിസ്റ്റ് ആയിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം കാശ്മീരുകളാണ്. ടൂറിസ്റ്റ് എന്ന് പറയാൻ ഒരു മനുഷ്യക്കുട്ടിയില്ല. പിന്നെ ഈ കാശ്മീർ വിട്ട് പുറത്തുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് മിലിറ്ററിക്കാരാണ്, വേറെ അല്ലാതെ ഇവിടെ ഒരു മനുഷ്യക്കുട്ടിയില്ല. ഇതുവരെ കണ്ട കാശ്മീരിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ കൂടുതലും വേസ്റ്റാണ്. ഞാനിപ്പോൾ കണ്ട പോലെ തന്നെ ഇതുവരെയായിട്ടും ഇത്രയും വേസ്റ്റ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ കുറച്ച് അധികമാണ്. നമ്മൾ ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ, നമ്മുടെ ശ്രീനഗർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ടൗൺ.
ഏറ്റവും വലിയ ടൗൺ ആണല്ലേ? ഏറ്റവും വലിയ ടൗൺ കുപ്വാര. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പാകിസ്ഥാനോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ടൗണുകളിലൊന്നും പാക് അധീന കാശ്മീരിനോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ടൗണുകളിലൊന്നും കുപ്വാരയാണ്. ഇവിടുത്തെ ജസ്റ്റ് 30 കിലോമീറ്റർ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ബോർഡറുകളുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുപ്വാരയിലെ വിശേഷങ്ങളൊക്കെ കണ്ടു, ഷോപ്പിംഗ് സെൻ്ററൊക്കെ കണ്ടു. നമ്മൾ ശരിക്കും പോയത് ഡ്രസ്സ് എടുക്കാനാണ്. പക്ഷേ ഡ്രസ്സ് എടുക്കണ കാര്യം ഞാൻ എടുത്തു, ഒരു ബനിയൻ സെറ്റ് എടുത്തായിരുന്നു. പക്ഷേ ശരിക്കും ടയേർഡായതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഐ ആം സോറി. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ അതായത് ഇവിടെ മിലിറ്ററി ക്യാമ്പിൽ മുകളിൽ ഇവർ ട്രെയിനിങ് ചെയ്യുമല്ലോ, അതൊക്കെ നമുക്ക് കാണിച്ചു തന്നായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അത് ചെറുതൊക്കെ ആയിട്ട് ഞാനും ചെയ്ത് നോക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ കുറച്ച് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ കണ്ടല്ലോ അല്ലേ? വിചാരിക്കുന്ന പോലെയൊന്നല്ല, ഭയങ്കര ടഫായിരുന്നു. ഞാനതെല്ലാം സ്പീഡാക്കിയതാണ്, വെറുതെ നിങ്ങൾ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട്. വേറെയും കുറച്ച് ചെയ്തായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ എന്താ പറയുക, ഭയങ്കര എനിക്ക് അത് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഭയങ്കര ബോഡി പെയിനും കൈയും കാലും വേദന, കാലൊന്നും അനക്കാൻ പറ്റാത്ത, കൈയൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവർക്ക് ഇതൊക്കെ ഒരു ടാർഗറ്റാണ് കേട്ടോ. ഇത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഫുൾ കവർ ചെയ്ത്, ഇത് മാത്രമല്ല ഇനി ഒരുപാടുണ്ട്, ടാർസൺ അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഒരു ഇത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഇവർക്കൊക്കെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ പിന്നെ വെറുതെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നുള്ളൂ. എന്തായാലും ഇവരെയൊക്കെ സമ്മതിക്കണം. ഇനി എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ടാറ്റാ.